ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ അരി അരച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. എള്ള് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ചെറുപഴമാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം ശർക്കരയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പഴത്തിൻ്റെ മിക്സ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉരുക്കിയെടുത്ത ശർക്കര ഇതുപോലെ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ശർക്കരപ്പാനിക്ക് ചൂടുള്ളത് കൊണ്ട് പൊടി കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കുറച്ചൊരു തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്, എന്നാൽ ഒരുപാട് ലൂസായും പോകരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഓരോ കുഴിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഒരു കുഴിയിൽ നിൽക്കത്തക്ക വിധത്തിൽ വേണം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു വശം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡിലുള്ള കുഴിയിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണം നടുക്കുള്ള കുഴിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ തീ കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് 2 വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം കേട്ടോ എണ്ണയിൽ നിന്നും കോരിയെടുക്കാനായിട്ട്.
ഇനി ബാക്കിയുള്ള ഉണ്ണിയപ്പവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.